യേശുവിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 28 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമായിട്ട് എടുക്കുക. ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് യാക്കോബ്. യാക്കോബ് തൻ്റെ സഹോദരൻ ഏസാവിനെയും തൻ്റെ പിതാവിനെയും വഞ്ചിച്ച് കടിഞ്ഞൂൽ അവകാശമൊക്കെ തട്ടിയെടുത്തതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഏസാവ് വധഭീഷണിയൊക്കെ മുഴക്കിയപ്പം അമ്മ യാക്കോബിനോട് പറയുന്നു, അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് ഹാരാനിലേക്ക് ഒളിച്ചോടിപ്പോകാൻ. അങ്ങനെ അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് യാക്കോബ് ഹാരാനിലേക്ക് പോവാൻ. ലാബാൻ്റെ വീട്ടിൽ ചെന്നിട്ട് 20 വർഷമാണ് അവിടെ കഴിയുക. അങ്ങനെ ഈ യാക്കോബ് യാത്ര ചെയ്ത് ഹാരാനിലേക്ക് പോകുന്ന സമയം വഴിയിൽ വെച്ച് ഒരു രാത്രി സന്ധ്യാസമയത്ത് വിശ്രമിക്കാൻ കടന്നു. ബദേലിൽ വെച്ച് ഒരു സ്വർഗീയ ദർശനം യാക്കോബിന് കിട്ടുക. ഒരു വലിയ കോവണി ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റേ അറ്റം അങ്ങ് ആകാശത്താണ് മുട്ടിയിരിക്കുക. അതിലൂടെ ദൈവദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. വലിയൊരു ദർശനം കാണുകയാണ്. ഈ സമയം കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് യാക്കോബിനോട് പറയുകയാണ്, ഈ നിൽക്കുന്ന ഈ ഭൂമി നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ തരും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ രക്ഷയ്ക്കുണ്ടാവും. അങ്ങനെ കുറേ അധികം വാഗ്ദാനങ്ങൾ നല്ല ദൈവം യാക്കോബിന് കൊടുക്കുകയാണ്. വലിയ സന്തോഷമായി യാക്കോബിന്. യാക്കോബ് ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നിറഞ്ഞ മനസ്സോടെ അങ്ങ് സ്വീകരിക്കുകയാണ്. എന്നിട്ടോ ഒരു വലിയ പ്രതിജ്ഞ എടുക്കുന്നത് നമ്മളവിടെ കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഈ പ്രതിജ്ഞ ചെയ്തത് കാണുക. ഇങ്ങനെയാണ് യാക്കോബ് പറയുക, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം 10-1 ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. യാക്കോബ് ദൈവത്തിൻ്റെ മുൻപിൽ എടുക്കുന്നൊരു വലിയ പ്രതിജ്ഞയാണ് നമ്മൾ കാണുക. മറ്റൊരിക്കലും ചെയ്യാത്ത പോലെ ഒരു നല്ല പ്രതിജ്ഞയാണ്. പെട്ടെന്ന് നോക്കിയാൽ ഒരു പ്രശ്നവുമില്ല, എളുപ്പത്തിൽ ഈ പ്രതിജ്ഞ നിറവേറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ യാക്കോബ് ഈ പ്രതിജ്ഞയൊക്കെ ചെയ്തതിന് ശേഷം തൻ്റെ യാത്ര തുടരുന്നു. ലാബാൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്നു. പിന്നെ നമ്മൾ ഈ ദൈവത്തെ യാക്കോബ് ഓർക്കുന്നതായിട്ടൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. യാക്കോബ് അതൊക്കെ പതുക്കെ മറന്നുപോയി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ലാബാന് 2 പെൺമക്കളുണ്ട്, ലയായും റാഹേലും. റാഹേലിനെ കണ്ടപാട് റാഹേലിനോടൊരു വലിയ സ്നേഹം. റാഹേലിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ലാബാനുമായിട്ടൊക്കെ സംസാരിക്കുന്നു, സമ്മതിക്കുന്നു. 7 വർഷത്തോളം ഞാൻ റാഹേലിന് വേണ്ടി അടിമ വേല ജോലി ചെയ്തു കൊള്ളാം, സമ്മതിക്കുകയാണ്. അങ്ങനെ 7 വർഷത്തോളം അടിമയെപ്പോലെ ജോലി ചെയ്യാൻ ലാബാൻ്റെ വീട്ടിൽ നമ്മുടെ യാക്കോബ്. ഒരു മടിയില്ല യാക്കോബിന് ജോലി ചെയ്യാൻ. 7 വർഷം ഏതാനും ദിവസങ്ങൾ പോലെ യാക്കോബിന് തോന്നിയെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒറ്റ കാരണമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ റാഹേലിനെ ഒന്ന് സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവൻ തയ്യാറായിരുന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ കൂടുതലായി മനുഷ്യബന്ധത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച യാക്കോബിനെ നമ്മളവിടെ കാണുകയാണ്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞപ്പോൾ ലാബാൻ ന്യായമായും കൊടുക്കേണ്ടത് റാഹേലിനെയാണ്. പക്ഷെ ലാബാൻ അവിടെ ഒരു ചതി വെക്കുന്നു. ലാബാൻ റാഹേലിന് പകരം ലയായെ കൊടുക്കുകയാണ് യാക്കോബിന്. യാക്കോബ് ചതിയാണെന്ന് മനസ്സിലായി, സങ്കടമായി, പിണക്കമായി, വിഷമമായി. പക്ഷെ യാക്കോബ് പിന്നെയും പറയുന്നു, സാരമില്ല, ഞാൻ ഒരു 7 വർഷം കൂടെ റാഹേലിന് വേണ്ടി കാത്തിരിക്കാം. ലാബാൻ സമ്മതിക്കുന്നു. അങ്ങനെ വീണ്ടും 7 വർഷം, 14 വർഷത്തെ അടിമവേല. ഈ 7 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും റാഹേലിനെ യാക്കോബിന് കിട്ടുന്നു. അങ്ങനെ 2 ഭാര്യമാർ, അവരിൽ 13 മക്കൾ. വീണ്ടും ഒരു 6 വർഷം കൂടെ ലാബാൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു ജോലി നമ്മുടെ യാക്കോബ് ചെയ്യാൻ. ഏകദേശം 20 വർഷത്തോളം ഈ ലാബാൻ്റെ വീട്ടിൽ ഒരു അടിമയെപ്പോലെ നമ്മുടെ യാക്കോബ് കഴിയുകയാണ്. യാക്കോബ് പറയുന്നുണ്ട്, 10 പ്രാവശ്യത്തോളം കൂലിയിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ അനീതി കാണിച്ചു. നമ്മുടെ ലാബാൻ. അങ്ങനെ അനീതിയൊക്കെ കാണിച്ചിട്ടും നമ്മുടെ യാക്കോബ് പിന്തിരിഞ്ഞു പോരുന്നില്ല. ഒരു പ്രാവശ്യം പോലും ദൈവത്തെ ഓർക്കുന്നതായും നമ്മൾ കാണുന്നില്ല. യാക്കോബ് അതിന് മുൻപ് പ്രതിജ്ഞ എടുത്തപ്പം ദൈവത്തോട് പറഞ്ഞായിരുന്നു,
എൻ്റെ കൂടെ ദൈവം എപ്പോഴും യാത്ര ചെയ്യുകയും എന്നെ സംരക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഈ കർത്താവിനെ ഞാൻ ആരാധിക്കും, ഈ കർത്താവിനെ ഞാൻ സ്നേഹിക്കും, ഈ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കും, കർത്താവിനെ ഓർക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സമയവും കർത്താവിനെ ഓർക്കും. അതായിരുന്നു പ്രതിജ്ഞ. പക്ഷേ 20 വർഷവും നമ്മുടെ യാക്കോബ് കർത്താവിനെ ഓർത്തതായിട്ട് കാണുന്നില്ല. കർത്താവാണെങ്കിലോ യാക്കോബ് എപ്പോഴെങ്കിലും തിരിച്ചെത്തും. കൊടുക്കാവുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും യാക്കോബിന് കൊടുക്കുകയാണ്. ഒട്ടനവധി സമ്പത്ത്, എന്താ പറയുക, സമൃദ്ധി അത് മുഴുവൻ യാക്കോബിന് കൊടുക്കുകയാണ്. 2 ഭാര്യമാർ, 13 മക്കൾ, മൃഗസമ്പത്ത്, ആടുമാടുകളൊക്കെ അങ്ങ് വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ലാബാൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ 20 വർഷത്തിനുള്ളിൽ യാക്കോബിന് കുറച്ച് തിരിച്ചടികൾ കിട്ടുന്ന ഒരു അനുഭവമാണ്. തിരിച്ച് വീണ്ടും ദൈവത്തിങ്കിലേക്ക് എത്തണമല്ലോ, അതിനുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ കർത്താവ് കൊടുക്കാൻ തുടങ്ങി. 20 വർഷത്തെ അടിമപ്പണി തന്നെ ഏകദേശം നമ്മുടെ യാക്കോബിന് മനസ്സ് മടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മനസ്സ് വല്ലാണ്ട് വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര നാളായി ഇങ്ങനെ പണിയെടുക്കുന്നു, ഒരടിമയെപ്പോലെ പണിയെടുക്കുകയാണ്, ഒരടിമയെപ്പോലെ പണി. ഇങ്ങനെ ചെയ്യുന്ന യാക്കോബ് തീരുമാനം എടുക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവാൻ. ഞാൻ എന്തിനാ ഇങ്ങനെ ഈ അടിമപ്പണി ചെയ്യണത്, ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് വിഷമിക്കണത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് പഴയ ഓർമ്മയിലേക്ക് നമ്മുടെ യാക്കോബ് വരിക. യാക്കോബ് തൻ്റെ ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാ കാര്യങ്ങളും ഒരുക്കി തയ്യാറാക്കി ക്രമീകരണങ്ങളൊക്കെ നടത്തി നമ്മുടെ യാക്കോബ് പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ. ഈ പോകുന്ന വഴിയിൽ ഇതാ അടുത്ത പ്രശ്നം വരികയാണ്. അടുത്തൊരു പ്രശ്നം വരുന്നു. എന്താ പ്രശ്നം എന്നറിയാവോ? ചെയ്യാത്ത തെറ്റ് ആരോപിക്കപ്പെടുകയാണ്. അതുവരെ ചെയ്യാത്തൊരു തെറ്റ് യാക്കോബിൻ്റെ മേൽ ആരോപിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാവോ? നമ്മുടെ യാക്കോബ് പോരുന്ന സമയത്ത് റാഹേല് അവിടെ ഉണ്ടായിരുന്ന തൻ്റെ പിതാവിൻ്റെ ലാബാൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുറേ കുലവിഗ്രഹങ്ങൾ എടുത്ത് ആരും അറിയാണ്ട് സൂത്രത്തിൽ അവളുടെ ഭാണ്ഡക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. ഇത് ലാബാൻ കണ്ടുപിടിച്ചു. എന്തേ ഈ കുലവിഗ്രഹങ്ങൾ കാണുന്നില്ലല്ലോ, ആരാ എടുത്തുകൊണ്ട് പോയത്? നോക്കി വന്നപ്പോൾ മനസ്സിലായി നമ്മുടെ യാക്കോബും ടീമും അവിടുന്ന് വിട്ടു പോന്നിട്ടുണ്ട്, അവരെടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും ഉറപ്പാണെന്ന് നമ്മുടെ ലാബാന് തോന്നുകയാണ്. ലാബാൻ ഒട്ടനെ ഇവരുടെ പുറകെ വരുന്നു, വല്ലാതെ അരിശപ്പെടുന്നു, വഴക്ക് പറയുന്നു. യാക്കോബാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക, ഇത് എന്താ സംഭവം, ഒന്നും തിരിയുന്നില്ല, ഇത് ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു സംഭവം എടുത്തുകൊണ്ട് പോരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നോ. യാക്കോബ് അത് ചിന്തിച്ചിട്ടില്ല. യാക്കോബ് സത്യത്തിൽ പരിപൂർണമായും നിഷ്കളങ്കനാണ്. പാവം റാഹേലാണ് പണി ഒപ്പിച്ചത്. പക്ഷെ റാഹേലാണെന്ന് യാക്കോബിന് അറിയത്തുമില്ല. എന്താണേലും കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ റാഹേൽ സൂത്രത്തിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ആരും അറിഞ്ഞില്ല. എങ്ങനെയാണെങ്കിലും ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. വലിയൊരു പ്രതിജ്ഞ ദൈവസന്നിധിയിലെടുത്തിട്ട് അത് നിറവേറ്റാതെ വരുമ്പോൾ, ദൈവത്തിന് കൊടുത്ത വാക്ക് നിറവേറ്റാതെ വരുമ്പോൾ, കൊച്ചു വേദനകളിലൂടെ, കൊച്ചു പ്രശ്നങ്ങളിലൂടെ ദൈവം വീണ്ടും ദൈവത്തിലേക്ക് തിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ് നമ്മളിവിടെ കാണുക. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പറമ്പിൻ്റെ വിൽപ്പന നടക്കുന്നവരെയും പറയും, ഇത് വിറ്റ് കിട്ടിയാൽ ഇതിൻ്റെ ഇത്രയൊരു ഓഹരി ഞാൻ കർത്താവിനാണ്. കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ ജീവിത പങ്കാളിയെയും കൊണ്ട് ധ്യാനിക്കാൻ പോകും. ചിലർ പറയും, ഈ ജോലി കിട്ടിയാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ സഹായിക്കും, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. മിക്കവരും അത് നിറവേറ്റാറുണ്ട്. പക്ഷെ ചിലരൊക്കെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ, കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ദൈവത്തെ ഓർക്കാറില്ല. പിന്നെ ഫലസമൃദ്ധിയിൽ, ആ ഒരു ഉയർച്ചയിൽ, ആ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളിൽ പിന്നെ ദൈവത്തെ വിളിക്കാനോ ദൈവത്തെ ആരാധിക്കാനോ മറന്നുപോകും പലരും. ദൈവത്തെ ഓർക്കാറേ ഇല്ല. സന്തോഷങ്ങളുടെ നിറവിൽ ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ പുറകെ അങ്ങ് യാത്ര ചെയ്യും. ദൈവത്തെ ഒന്ന് ഓർക്കാൻ, ദൈവത്തിനൊരല്പം സമയം കൊടുക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിലിരുന്നൊന്ന് ആരാധിക്കാൻ മടി കാണിക്കുന്ന കുറേ അധികം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, ഞങ്ങളൊരു കുഞ്ഞുങ്ങളായിരുന്നു, 7-8 ഞാനൊക്കെ പഠിക്കണ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വലിയൊരു അസുഖം പിടിപെട്ടു. അങ്ങനെ മരിക്കാറായി എന്ന് കരുതിയതാണ്. 2-3 പ്രാവശ്യമൊക്കെ രോഗിലാഭനൊക്കെ കൊടുത്തു. അങ്ങനെ മരിക്കാറൊക്കെ ആയ സമയത്ത് ഒരു പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ നേതൃത്വം വഹിക്കുന്ന ഒരു സഹോദരൻ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തിയിലേക്ക് മമ്മി വരികയാണ്. 3 പ്രാവശ്യം രോഗിലാഭനം കിട്ടിയ ആൾ ഈ ഒരൊറ്റ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ വലിയ സൗഖ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ആ സൗഖ്യം കിട്ടിയപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, മമ്മി അന്ന് പറഞ്ഞൊരു കാര്യം, സൗഖ്യം കിട്ടിയാൽ കുടുംബം ഒന്നിച്ച് ദൈവവേലയിൽ ഏർപ്പെട്ടുകൊള്ളാം, കുടുംബം ഒന്നിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാം. മമ്മി അന്ന് പറഞ്ഞൊരു വാക്യമായിരുന്നു.
ഒരു തീരുമാനമായിരുന്നു. ഞങ്ങൾക്കും സന്തോഷമായിരുന്നു. അന്ന് എങ്ങനെയെങ്കിലും മമ്മി ഒന്ന് ജീവിച്ച് കിട്ടിയാൽ മതിയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ഓർക്കുന്നു, സൗഖ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം കാര്യങ്ങളൊക്കെ നോർമലായപ്പം അത് പതുക്കെ മറന്നുപോയി. പിന്നെ ഒരു ചമ്മൽ പോലെ, ഒരു നാണക്കേട് പോലെ, കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ കൂടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാണക്കേട് പോലെ. അന്നൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. 87, 88 കാലഘട്ടങ്ങളിലാണ്. കേരളത്തിൽ അത്രയ്ക്ക് അങ്ങ് പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല. അപ്പം അന്നൊക്കെ പോകുക എന്ന് പറഞ്ഞൊരു നാണക്കേട് പോലെയായിരുന്നു. എന്താണേലും ഒരു വർഷം കഴിഞ്ഞപ്പം, ഒരു വർഷത്തോളം മമ്മിക്ക് ഒരു ജലദോഷം പോലും വന്നിട്ടില്ല, ഒരു അസുഖവും ഇല്ല. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പം പതുക്കെ പതുക്കെ ശാരീരിക അസ്വസ്ഥതകൾ പിന്നെയും വരാൻ തുടങ്ങി. മരുന്നൊന്നും കഴിച്ചിട്ട് ശരിയാകുന്നില്ല, ഡോക്ടേഴ്സ് എങ്ങനെ ട്രൈ ചെയ്തിട്ടും ശരിയാകുന്നില്ല. ആകെ ഒരു വിഷമവും അസ്വസ്ഥതയും. പെട്ടെന്ന് ഓർമ്മ വന്നു, കഴിഞ്ഞ വർഷം കർത്താവിനൊരു വാക്ക് കൊടുത്തായിരുന്നു, ആരോഗ്യം വീണ്ടു കിട്ടിയാൽ, സൗഖ്യം വീണ്ടു കിട്ടിയാൽ കർത്താവിന് വേണ്ടി വേല ചെയ്യാമെന്ന്. ഉടനെ കാര്യങ്ങൾക്ക് തീരുമാനമായി, കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും വ്യക്തതയായി. ഉടനെ തന്നെ പോട്ട ആശ്രമത്തിലേക്ക് പോകുന്നു, വൈദികരെ കാണുന്നു, പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു. പിന്നെ മമ്മി സാക്ഷ്യം പറയാനൊക്കെ ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിലച്ഛൻ്റെ ഒക്കെ കൂടെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതൊക്കെ ഞാൻ ഓർക്കാൻ. പിന്നെ പതുക്കെ ഞങ്ങളെല്ലാവരും നവീകരണത്തിലേക്ക് വരികയും ധ്യാന അനുഭവത്തിലേക്ക് വരികയും പ്രാർത്ഥന ആരംഭിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നു. ഇന്നും മമ്മി നല്ല സന്തോഷമായിട്ടും ആരോഗ്യത്തോടു കൂടെയും ഇരിക്കുന്നു. കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ തീരുമാനിച്ച തീരുമാനം, കർത്താവിന് കൊടുത്ത വാക്ക്, അത് കർത്താവിൻ്റെ മുൻപിൽ നിറവേറ്റാൻ നമുക്ക് കടമയുണ്ട്. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും കർത്താവിനോടാണ് പറഞ്ഞതെങ്കിൽ ദൈവത്തെ ദൈവമായി കാണാനും വാക്ക് നിറവേറ്റാനും നമ്മളേറെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഒരല്പം പോലും പുറകോട്ട് പോന്നേക്കല്ല്. ഒരു ചെറിയ കാര്യത്തിൽ പോലും മടി പിടിച്ചേക്കല്ല്, മടി വിചാരിച്ചേക്കല്ല്. ദൈവത്തെ ദൈവമായിട്ട് കാണുമ്പോൾ, ദൈവത്തെ മനുഷ്യരെ പോലെ കാണാതെ ദൈവമായിട്ട് തന്നെ കാണുമ്പോൾ വാക്ക് പറഞ്ഞാൽ അത് നിറവേറ്റാൻ നമുക്ക് കടമയുണ്ട് എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ച് തരിക. നമ്മുടെ യാക്കോബ് ചെയ്യാത്ത തെറ്റ് ഏറ്റുവാങ്ങുകയാണ്, സഹിക്കേണ്ടി വരികയാണ്. കാരണം നമ്മുടെ റാഹേൽ ചെയ്തു കൂട്ടിയത് അങ്ങനെയായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞു. ഇനിതാ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ യാക്കോബ് കടന്നു വരികയാണ്. ഒട്ടനവധി തടസ്സങ്ങൾ, കൊച്ചു തടസ്സങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ യാക്കോബിനെ ദൈവത്തിലേക്ക് കർത്താവ് തന്നെ നയിക്കുന്ന ഒരു അനുഭവമാണ്. യാത്ര തടസ്സപ്പെടുത്തുകയാണ്. ലാബാൻ യാത്ര തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു അവർ. യാത്ര പിതാവിൻ്റെ അടുത്തേക്ക് യാക്കോബ് പോകുന്നു, കൂടെ എല്ലാവരും ഉണ്ട്, ആടുമാടുകളും പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ട്. അവർ ഗ്രൂപ്പായിട്ട് അങ്ങ് പോകുന്നു. അതിന് തടസ്സം വരേണ്ട ഒരു കാര്യമില്ല. എല്ലാം ഒരുക്കിയിട്ടുണ്ട്, എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട്, സ്മൂത്തായിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷേ അതിൻ്റെ ഇടയിൽ വെച്ച് ഒരു തടസ്സം, ലാബാൻ വന്നിട്ട് ഒച്ചപ്പാട്, ബഹളം, ഈ പ്രശ്നം, ഒരു തടസ്സം. ചില സഹോദരങ്ങൾ പറയാറുണ്ട്, സിസ്റ്ററെ വീടിൻ്റെ പണി ആരംഭിച്ചു, ഒരുവിധമൊക്കെ എല്ലാം സെറ്റിലാണ്, പൈസയുണ്ട്, സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്, പണിക്കാരൊക്കെ ഉണ്ട്, പ്ലാനൊക്കെ വരച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. പക്ഷെ പണി അങ്ങോട്ട് നീങ്ങുകയല്ല. കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും, സ്വർണ്ണമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്, എല്ലാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ റെഡിയാണ്. പക്ഷെ കല്യാണം നടക്കുകയില്ല. ജോലിക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ട്, പക്ഷേ ഇൻ്റർവ്യൂ പാസ്സാകുകയല്ല. എവിടെയോ ഒരു തടസ്സം അനുഭവപ്പെടുകയാണ്. യാത്ര മുന്നോട്ട് വളരെ സന്തോഷത്തോടും ശാന്തമായിട്ടും പോകേണ്ട യാത്ര തടസ്സപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഒരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു അനീതി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് യാത്ര തടസ്സപ്പെടുത്തും. ഓർത്തു നോക്കണേ, എവിടെയെങ്കിലുമൊക്കെ ഒരു തടസ്സം പിന്നെയും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എവിടെയെങ്കിലും ഒരു വേര് കേടായി കിടപ്പുണ്ടെങ്കിൽ ശാഖകളിലേക്ക് അതിൻ്റെ ഫലങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു വേരിന് ക്ഷതം സംഭവിച്ചാൽ മതി, ശാഖകളിൽ അതിൻ്റേതായിട്ടുള്ള കേട് ഉണ്ടാകുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. യാക്കോബിൻ്റെ കൈവശം ദൈവത്തെ ഓർക്കാത്ത വലിയൊരു കുറവ് അവിടെയുണ്ട്, വലിയൊരു വീഴ്ചയുണ്ട്. ദൈവത്തെ ഇത്രയും വർഷങ്ങളായി എങ്ങനെ ഓർക്കാതിരിക്കും യാക്കോബ്? ഓർത്തിട്ടില്ല യാക്കോബ് പാടെ മറന്ന പോലെയായി. ദൈവത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ യാക്കോബ് അങ്ങ് വളരെ കൂളായിട്ട് അങ്ങ് മറന്നുപോയ പോലെ തടസ്സം അനുഭവപ്പെടുകയാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ ബഹുമാനപ്പെട്ട ഓണംകുളച്ചൻ, ബെനഡിക്റ്റ് ഓണംകുളച്ചൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പൊക്കെ വലിയൊരു തെറ്റ് ചെയ്തു എന്നൊക്കെ ആരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്കൊക്കെ അർഹനായി തീർന്നു. വധശിക്ഷയാണ് വിധിച്ചത്. എല്ലാവരും, ലോകത്തുള്ള സർവ്വ മനുഷ്യരും വിശ്വസിച്ചു നമ്മുടെ ബെനഡിക്റ്റ് അച്ഛൻ വലിയ പാപിയാണെന്ന്, വലിയ പാപം ചെയ്തു എന്ന്. ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തി, കൊലപ്പെടുത്തി, അങ്ങനെയൊക്കെയായിരുന്നു കേസ്. നിഷ്കളങ്കനായിരുന്നു ആ വൈദികൻ. ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരു 34 വർഷങ്ങളോളം ഈ വൈദികൻ വലിയ വിധത്തിൽ സഹിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരനാണ്. എല്ലാവരും ഒരേ
കണ്ണോടുകൂടെ കണ്ടു. എല്ലാവരും ഒരുപോലെ വിമർശിച്ചു, എല്ലാവരും ഒരുപോലെ കുറ്റപ്പെടുത്തി. ആരുടെയും മുമ്പിൽ ന്യായീകരിക്കാനോ നീതീകരിക്കാനോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാനോ ഒന്നും പോയില്ല. നിശബ്ദനായി ഈ വൈദികൻ അത് മുഴുവൻ സഹിക്കുകയായിരുന്നു. നിശബ്ദനായിട്ട് സഹിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിന് മാത്രം സത്യമറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പരിശോധനയിൽ വെളിപ്പെടുത്തപ്പെടുക, അച്ഛൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല, അച്ഛൻ നിഷ്കളങ്കനാണ്, അച്ഛന് ഈ തെറ്റിൽ പങ്കില്ലാന്ന് വൈദ്യശാസ്ത്രം തെളിയിക്കുകയാണ്. അതോടുകൂടി വധശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടി. പക്ഷേ ആ അപമാന ഭാരവും തെറ്റുകാരനാണെന്നുള്ള മുദ്രണം ചെയ്ത് കിട്ടിയതുമൊക്കെ ലോകത്തിൻ്റെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ തന്നെ നിന്നു. ഏകദേശം 34 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത സഹോദരൻ്റെ കുടുംബാംഗങ്ങൾ സഹിക്കാൻ ആരംഭിച്ചത്. അവരുടെ വീട്ടിൽ പറഞ്ഞറിയിക്കാനാവാത്ത വിധം തിരിച്ചടികളാണ്, ഒന്നിന് പുറകെ ഒന്നായി തിരിച്ചടികളാണ്. എങ്ങനെ പരിശ്രമിച്ചിട്ടും ആ തിരിച്ചടികളിൽ നിന്ന് മോചനം കിട്ടാൻ അവർക്ക് പറ്റുന്നില്ല. അവരാകുന്ന അത്രയും പരിശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന്. പക്ഷേ അവർക്ക് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. വലിയ രീതിയിൽ ഉയർന്നവരൊക്കെ ആയിരുന്നു എല്ലാ തലങ്ങളിലും. പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ സമാധാനം, അവരുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത പാടെ നഷ്ടപ്പെട്ടു. ഒടുവിൽ ധ്യാന സെൻറ്ററിലൊക്കെ ധ്യാനിക്കാനൊക്കെ ചെന്നപ്പോൾ ബോധ്യമായി ഇത് ദൈവത്തിനെതിരായ വലിയ തെറ്റ്. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ചെയ്തത് തെറ്റ്, അനീതി സംഭവിച്ചു കഴിഞ്ഞു, പാളിച്ച വന്നു കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടെ പോയി ഒരുമിച്ച് മാപ്പ് അപേക്ഷിക്കുക, തെറ്റേറ്റ് പറയുക. അവരിതാ ഒന്നടങ്കം വരുന്നു. ബഹുമാനപ്പെട്ട ബെനഡിക്റ്റ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അവർ സോറിയൊക്കെ പറയുന്നു, തെറ്റ് സമ്മതിക്കുന്നു, ചെയ്തു പോയി, ഞങ്ങളോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നു. ഈ വന്യ വൈദികൻ, വിശുദ്ധനായ വൈദികൻ അവരോട് പറഞ്ഞു, ഞാൻ അതൊക്കെ എന്നേ ക്ഷമിച്ചു കളഞ്ഞു, എൻ്റെ മനസ്സിലൊരു പിണക്കവും ഇല്ലാട്ടോ, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ലോകം മുഴുവനും തെറ്റുകാരനാണെന്ന് എന്നെക്കുറിച്ച് പറഞ്ഞാലും കർത്താവിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഞാനുണ്ടല്ലോ, കർത്താവിന് എന്നെ അറിയാലോ, എനിക്ക് അത് മതി, എനിക്ക് ഒരു പിണക്കവും നിങ്ങളോടില്ല, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനിയും പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിരിച്ചടികൾ കിട്ടാൻ കാത്തിരിക്കില്ല, തിരിച്ചടികൾ കിട്ടാൻ കാത്തിരിക്കില്ല. ഓരോ പ്രശ്നവും വന്നിട്ട്, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ അതിനെ അവഗണിച്ച് സാരമില്ല പറഞ്ഞു പോയേക്കല്ലോ. ഉടനെ ചിന്തിക്കണം, എന്തേ ഇതിൻ്റെ ഉറവിടം എവിടെയാണ്, എന്താ ഇതിൻ്റെ പ്രശ്നം, ഇത് എവിടം വരെ എത്തും, ഇതെന്താ വിഷയം, ഒന്ന് ചിന്തിക്കാനുള്ള കടമ നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് നല്ല ദൈവം നമ്മളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു കുറവ്, ഒരു പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ നീ കൊടുക്കുന്ന നിൻ്റെ മനസ്സുകൊണ്ടുള്ള നിൻ്റെ ഒരു പ്രാർത്ഥനയാവും, ദൈവമേ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കാം, എല്ലാ ദിവസവും ഞാൻ ബലി അർപ്പിക്കാം, ഞാൻ അടുക്കലടുക്കൽ കുദാശകൾ സ്വീകരിച്ചു കൊള്ളാം. കൊച്ചു കൊച്ചു തീരുമാനങ്ങളാകാം. നീ എന്ത് തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും ആ തീരുമാനം പാലിക്കാൻ, ആ പ്രതിജ്ഞ നിറവേറ്റാൻ നിനക്ക് വലിയ കടമയുണ്ട് മകനെ, മകളെ എന്ന് കർത്താവ് ഇപ്പോൾ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും കർത്താവിൻ്റെ മുൻപിൽ വാക്ക് പറഞ്ഞിട്ട് പിന്തിരിഞ്ഞു പോയേക്കല്ല്. അത് പണ്ട് പറഞ്ഞതല്ലേ, അതിനിപ്പോൾ എന്നാ കാര്യം, ചിന്തിച്ചേക്കല്ല്, പറഞ്ഞേക്കല്ല്. ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നീ എടുക്കുന്ന ഓരോ തീരുമാനവും ദൈവത്തിന് നീ നിന്നെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ സമ്പത്ത്, നിന്റെ ആരോഗ്യം, നിന്റെ കഴിവ്, നിന്റെ സമയം, നിനക്കുള്ളത് കൊടുക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകല്ല്, തട്ടിപ്പ് കാണിച്ചേക്കല്ല്, സൂത്രമൊന്നും കാണിച്ചേക്കല്ല്. കർത്താവിന് നീ നിന്നെ തന്നെ കൊടുക്കുക. കർത്താവ് എന്താ നിനക്ക് വേണ്ടി പുതിയ വഴികൾ ഒരുക്കി തരും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ഈ യാക്കോബ് പിന്നീട് നമ്മൾ കാണുന്നു, ഇങ്ങനെ വഴി യാത്രയൊക്കെ തടസ്സപ്പെടുന്നുണ്ട്. വീണ്ടും യാക്കോബിന് വലിയൊരു പ്രശ്നം വരികയാണ്, വലിയൊരു പ്രശ്നം. അതുവരെ ഉണ്ടായിരുന്ന വേദനകളല്ല, അതുവരെ സഹിച്ചു, സാരമില്ല, ഓരോന്ന് കഴിയുമ്പോഴും പറയും സാരമില്ല, അങ്ങനെ പോയി യാക്കോബ്. പക്ഷേ ഇതാ വലിയൊരു വേദനയിലേക്ക് തൻ്റെ മകള് ദീനയെ മാനഭംഗപ്പെടുത്തുകയാണ് ഒരു സഹോദരൻ, വേദനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ നാണക്കേട്. സർവ്വ മനുഷ്യരും അറിഞ്ഞു തൻ്റെ മകള് ദീന മാനഭംഗപ്പെട്ട് ആകപ്പാടെ എല്ലാവരുടെയും മുമ്പിൽ നാണക്കേടായിട്ട് നിൽക്കുകയാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനമൊക്കെയുള്ള, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു കുടുംബം, അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടായാൽ അത് വലിയ നാണക്കേടാണ്. അത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല, അത് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റുകയില്ല. സത്യത്തിൽ യാക്കോബ് അതോടുകൂടി തകർന്നിട്ടുണ്ട്. യാക്കോബ് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. ആരോട് പറയും? പറഞ്ഞിട്ട് എന്നാ കാര്യം, സംഭവിച്ചു പോയി, ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി ആരോട് കരഞ്ഞിട്ട് എന്നാ കാര്യം, ആരുടെ മുമ്പിൽ ചെന്നിട്ട് ഒച്ചയിട്ടിട്ട് എന്നാ കാര്യം, അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടോ ആക്ഷൻ എടുത്തിട്ടോ എന്ത് കാര്യം, നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞു, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കർത്താവ് നമുക്ക് തിരിച്ചു നടക്കാൻ തരുന്ന ഓരോ വിളിയാണ്. ഇതൊക്കെ കർത്താവ് നമുക്ക് കർത്താവിലേക്ക് എത്തിച്ചേരാൻ അനുവദിച്ചു തരുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ, കൊച്ചു കൊച്ചു അടയാളങ്ങൾ. നമ്മുടെ യാക്കോബ്
വിഷമത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. കർത്താവ് യാക്കോബിന് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, യാക്കോബേ, ബഥേലിൽ വെച്ച് ഏസാവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ ഓടിപ്പോകുന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ ഓർത്ത് ബഥേലിൽ പോയി നീ വീണ്ടും ബലിയർപ്പിക്കണം. നീ വീണ്ടും ബലിയർപ്പിക്കണം. കർത്താവ് യാക്കോബിനോട് പറയാൻ, യാക്കോബിന് അപ്പോഴാ ഒരു ഓർമ്മ കിട്ടുക. ആ പണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്ത പ്രതിജ്ഞ, എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, ഞാൻ ചെയ്യണമല്ലോ പ്രതിജ്ഞ. ഇതാ യാക്കോബ് തീരുമാനം എടുക്കണം. ഉടനെ തന്നെ കുടുംബാംഗങ്ങളോട് പറയുന്നു, ഇതാ നമുക്ക് വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് നമ്മുടെ ദൈവത്തിന് ബലിയർപ്പിക്കണം. നമുക്കിനി ഒരുമിച്ച് ബഥേലിലേക്ക് പോകണം. അവിടെ പോയി ദൈവത്തിന് ബലിയർപ്പിക്കണം. കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് നമ്മുടെ യാക്കോബ് ഇതാ വീണ്ടും കുടുംബം ഒന്നിച്ചു. ഒറ്റയ്ക്കാ പ്രതിജ്ഞ എടുത്തത്, ഒറ്റയ്ക്കാ ഉഴപ്പിക്കളിച്ചത്. പക്ഷേ ഇതാ കുടുംബം ഒന്നിച്ച് പോകാൻ തീരുമാനം എടുക്കാൻ, ഒന്നിച്ച് ആരാധിക്കാൻ, കുടുംബം ഒന്നിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ. ഇത് അവർ ഒരുമിച്ച് പോകുന്നു. വീണ്ടും കർത്താവിന് ബലിയർപ്പിക്കുന്നു. ബഥേലിൽ വെച്ച് വീണ്ടും കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. അതുവരെ യാക്കോബിന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ കർത്താവ് ഇതാ തിരിച്ചു കൊടുക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാ കാണുക. യാക്കോബിന് വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. അതുവരെ 20 വർഷത്തോളം ഇങ്ങനൊരു വചനം നമ്മൾ വായിക്കുന്നില്ല. 20 വർഷം കഴിഞ്ഞ് വീണ്ടും ബലിയർപ്പിക്കാൻ കുടുംബം ഒന്നിച്ച് പോയ യാക്കോബിന് ഇതാ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മൾ വായിക്കുന്നു. ദൈവം അവനോട് അരുളി ചെയ്തു, യാക്കോബ് എന്നാണ് നിന്റെ പേര്, എന്നാൽ ഇനിമേലിൽ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം അവനോട് വീണ്ടും അരുളി ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ സന്താന പുഷ്ടിയുണ്ടായി പെരുകുക. ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. പിന്നീട് നമുക്ക് അങ്ങ് വായിച്ചു നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാമത്തെ അധ്യായം 9 മുതലുള്ള വചനങ്ങളാണ്. കർത്താവ് യാക്കോബിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയാണ്. ദൈവത്തെ ആര് ആരാധിക്കുന്നുവോ, ദൈവത്തിന് ആര് തന്നെ കൊടുക്കുന്നുവോ, ദൈവസ്വരത്തിന് ആര് തന്നെ സമർപ്പിക്കുന്നുവോ, ദൈവത്തിൻ്റെ മുൻപിൽ പറയുന്ന ഓരോ വാക്കും നിറവേറ്റാൻ ആര് പരിശ്രമിക്കുന്നുവോ, അവരുടെ കൂടെ കർത്താവിൻ്റെ കരമുണ്ടാവും, അവരുടെ കൂടെ കർത്താവിൻ്റെ ചൈതന്യമുണ്ടാവും. കർത്താവായിരിക്കും അവരെ വഴി നടത്തുക, കർത്താവിൻ്റെ ശക്തിയായിരിക്കും അവരെ വഴി നടത്തുക. അല്പം പോലും പുറകോട്ട് പോകല്ല്, മറന്നു പോകല്ല്. സന്തോഷങ്ങളിൽ ദൈവത്തെ മറക്കല്ല്. അനുഗ്രഹങ്ങളുടെ നിറവിൽ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. എത്ര ഉയർച്ചയുണ്ടായാലും ദൈവത്തെ മറന്നുള്ള ഒരു ദിവസവും ഉണ്ടാകല്ല്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച്, ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട്, ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ, അങ്ങനെ വീണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ നല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, തിരുമുൻപിൽ ഞങ്ങളെടുത്തിട്ടുള്ള പ്രതിജ്ഞകളും ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനങ്ങളും മരിക്കുവോളം പൂർത്തീകരിക്കാൻ, അങ്ങനെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ എന്നും ആരാധിച്ചും സ്നേഹിച്ചും മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.